ആശാവർക്കർമാർ ആരോഗ്യ മേഖലയിൽ കോവിഡ് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വരികയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും നമുക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന, അതുപോലെ തന്നെ മറ്റ് അനവധി പകർച്ചവ്യാധികൾ വരുന്ന കാലഘട്ടത്തിലും ഈ സ്ത്രീകൾ, ഈ സഹോദരിമാർ, ഈ അമ്മമാർ, ഈ പെങ്ങൾമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം വളരെ വലുതാണ്. പക്ഷേ കഴിഞ്ഞ 25 ദിവസമായിട്ട് ഇവിടെ ഈ വെയിലത്ത് ചൂടേറ്റ് ഇത്രയും ഈ ചൂടിൽ സഹിക്കാൻ പറ്റാതെ നമ്മൾ വീട്ടിൽ പോലും കഴിയാൻ പറ്റാത്തൊരവസരത്തിൽ അവർ തെരുവിൽ കഴിയുകയാണ്. തെരുവിൽ ആഹാരം പാചകം ചെയ്ത് തെരുവിൽ കിടന്നുറങ്ങി രാപകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ നമ്മുടെ ഭരണപക്ഷത്തിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അപ്പോ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ ഒത്തൊരുമിച്ച് കേരളത്തിലെ എല്ലാ മേഖലയിലുള്ള ഭരണപക്ഷത്തിലുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഈ സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഒത്തൊരുമ വന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇവർക്ക് നിത്യ ചെലവിനുള്ള കാശ് പോലും കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും ജനസമൂഹം ഒരുപാട്, ഇന്നലെയൊക്കെ ഞാനിതുവഴി പോയപ്പോൾ തിങ്ങി നിറഞ്ഞാണ് ഓരോരുത്തരും ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്, അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, വേറെ ഏതെങ്കിലും ഒരു സമരത്തിന് ഇത്രയും പിന്തുണ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന മിനിമേടത്തോടൊപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നീതി നടപ്പിലാക്കി കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകരുത്. അതിന് എന്തൊക്കെ വന്നാലും ശരി, എന്തൊക്കെ പ്രതികൂലമായിട്ട് വന്നാലും ശരി, ഏതൊക്കെ രീതിയിൽ ഗുണ്ടായുസത്തിൽ വന്നാലും ശരി, ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായിട്ട് പറയുന്നു, ഇതിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കേണ്ടതില്ല. ഇത് നമ്മുടെ സഹോദരിമാർക്ക് കിട്ടേണ്ട നീതിയാണ്. ആ നീതി നമ്മൾ മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ സംഘടനയായിരുന്നിട്ട് കൂടിയും ആദ്യമായിട്ട് ഞങ്ങൾ ഒരു സ്ത്രീകളുടെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന കുറെ സ്ത്രീകളുണ്ട്. അവരാരും ഇവിടെ വന്ന് ഇവരെ തിരിഞ്ഞു നോക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അവരാരും നോക്കില്ല. അവരിങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവർക്ക് താല്പര്യം. സാധാരണക്കാർ അവർക്ക് മക്കൾക്ക് അന്നം കൊടുക്കുവാൻ വേണ്ടി ഈ രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടല്ല അവർക്ക് പ്രശ്നം. അവർക്ക് വേറെ പലതുമാണ്. അത് മാത്രവുമല്ല, ഇവിടെ 1-2 നടിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. പ്രമുഖ നടിമാർ പറഞ്ഞ വാക്കാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതിൽ എത്ര സ്ത്രീകൾ ഇവിടെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ വന്നു? ഈ സാധുക്കളെ കാണാൻ വന്നു. ഇവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഇവർ വന്നു. അതിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഇവരെ 5 സ്റ്റാർ ഹോട്ടലിൽ വിശ്രമിക്കുകയായിരിക്കും. അതായിരിക്കും നടക്കുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയണം. അതിവിടുത്തെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഫെമിനിസ്റ്റ് ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കാതെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർക്ക് വേണ്ടി എന്താണ് ആവശ്യം, അവരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്വാധീനമുണ്ടായില്ല. കാര്യം ഇവിടെ ഒരു നടിയുടെ പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി ഉടനെ ആ നടിയെ വിളിക്കുകയുണ്ടായി. ആ നടിയെ വിളിച്ച മുഖ്യമന്ത്രിക്ക് എനിക്ക് ചോദിക്കുവാനുള്ളത്, എന്താ ഈ ആശാവർക്കം ഇവിടെ എന്നിറങ്ങി കണ്ടൂടെ? അത്ര ദൂരെയൊന്നും അല്ലല്ലോ. ഈ നടിമാരെ, മറ്റുള്ള ആർട്ടിസ്റ്റുകളെയും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെയൊക്കെ കാണുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് വേണ്ടിയുള്ള സാധാരണക്കാരെ എന്തുകൊണ്ട് വന്നൊന്നും കണ്ടുകൂടാ? ഇത്രത്തോളം ദാക്ഷ്യം നമുക്ക് വേണോ? കാരണം ഞാനും ഈ കാണുന്നവരും ഒക്കെ വോട്ടിട്ടല്ലേ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ നമ്മുടെ വീണ ജോർജിനെ ഇരുത്തിയിരിക്കുന്നത്. വീണ ജോർജിന് എന്താ ഇവിടെ വന്നൊന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിച്ചാലോ, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ പാടില്ലയോ?
അങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ആദ്യകാലത്ത് തന്നെ പോയേനായിരുന്നു. പക്ഷെ ഇനി നേടേണ്ടത് നേടിയെടുത്തിട്ട് തന്നെ ആശാവർക്കർമാർ എല്ലാവരും ഈ സമരം അവസാനിപ്പിക്കണം. അത് നേടിയെടുത്ത് നിങ്ങൾ വിജയക്കൊടി പാറിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ. ഇനി മറ്റുള്ള ഒരുപാട് പേരോട് പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു കരിയും മറ്റു സാധനങ്ങളും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും.